നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതിയല്ല, സന്തോഷത്തോടെ സ്തുതി ചൊല്ലി നമുക്ക് വചനം കേൾക്കാനിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ നാളെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായുടെ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഒരുക്കം തന്നെ മഴയോടുകൂടിയാണ്. ദുഃഖറാനയ്ക്ക് തോറാന എന്നൊരു പേരോടുണ്ട്. നല്ല ആനയൊക്കെ ഒഴുകിപ്പോകുന്ന രീതിയിൽ മഴ പെയ്യുന്ന ദിവസം എന്നൊക്കെ പഴമക്കാർ വിശ്വസിക്കുന്ന ദിവസം. പ്രിയമുള്ളവരെ, നമ്മൾ എഫേസോസ് ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കുക. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധരെയൊക്കെ ഓർക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ ജീവിച്ചത്, എന്തിനു വേണ്ടിയാണ് അവർ ജീവിതം മുഴുവൻ മാറ്റിവെച്ചത്? അതുകൊണ്ടാണ് ഈ വചനം പറയുക, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ നമ്മൾ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധർ എങ്ങനെയാണ് ജീവിച്ചത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ ഗ്രഹിച്ചവരാണ്. അതുകൊണ്ടാണ് പുണ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം 2018 അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുക എന്ന് പറയുന്ന, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നമ്മളെല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ 3 രീതിയിൽ നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കണമെന്ന് അവിടെ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, വിശുദ്ധരെ നമ്മളെ സ്നേഹിക്കേണ്ട സമയമാണ്. ഭാരതത്തിൻ്റെ അപ്പോസ്തോലനായ നമ്മുടെ വല്യപ്പനെ നമ്മൾ ഓർക്കുന്ന സമയം, വിശ്വാസം നമുക്ക് പകർന്നു തന്ന അപ്പനെ ഓർക്കുന്ന സമയം. നമ്മൾക്കറിയാമല്ലോ, വീട്ടിലൊക്കെ കാർന്നോന്മാർ കുടുംബത്തെ ഒക്കെ ഇത്രമാത്രം സ്നേഹിച്ച് അവരെയൊക്കെ ഒന്ന് കരകയറ്റിയിട്ടുണ്ടെങ്കിൽ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ വീടൊക്കെ പണിതാലും അപ്പനുണ്ടാക്കിയ വീട് അവിടെ മാറ്റി വെച്ചിരിക്കുക. കാരണം മറ്റൊന്നിനും വേണ്ടിയല്ല, ഇതൊരു ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുക. ഇത്രമാത്രം കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് അപ്പൻ ഞങ്ങളെ വളർത്തിയതാണ്. ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ചില അവശേഷിപ്പുകൾ വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ വിശുദ്ധ തോമാസ് ലീഹായെ നമ്മൾ ഓർക്കുമ്പോൾ ഈ തോമാസ് ലീഹായെ ഉള്ളു തുറന്ന് സ്നേഹിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വിശുദ്ധരെ നമ്മൾ പ്രത്യേകം ഓർക്കുമ്പോൾ അവരോട് മാധ്യസ്ഥം തേടേണ്ട സമയമാണ്. മാധ്യസ്ഥം തേടി അവരോട് പ്രാർത്ഥന ചോദിക്കേണ്ട സമയമാണ്. മൂന്നാമതായിട്ട് നമ്മൾ അവരുടെ മാതൃക പിൻചെല്ലേണ്ട സമയമാണ്. അവർ നമ്മുടെ ജീവിതത്തിന് മുൻപേ കടന്നുപോയി, സ്വർഗത്തിലേക്ക് കടന്നുപോയി. അവരുടെ ജീവിതത്തിൽ അവരെ എടുത്തിരുന്ന മാതൃക പിൻചെല്ലേണ്ട സമയമാണ്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിരുന്ന തോമാസ് ലീഹായുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ എന്തു മാതൃകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുടരേണ്ടത് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ ജപമാലയൊക്കെ ചെല്ലുന്ന അവസരത്തിൽ ആദ്യം ചൊല്ലുന്നത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ പുണ്യങ്ങളിൽ ആഴപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ തോമാസ് ലീഹായെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ദൈവിക പുണ്യങ്ങളുടെ എല്ലാം വിളനിലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോമാസ് ലീഹായെ നമുക്ക് കാണാനായിട്ട് പറ്റും. വിശ്വാസം, നമ്മളോർക്കും സംശയിക്കുന്ന തോമസിനെ കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സംശയങ്ങളെല്ലാം അത് കുറച്ചുകൂടി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്, വലിയ പ്രത്യാശയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന തോമസ്. പിന്നെയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ആഴമായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ഒരു തോമാസ് ലീഹായെ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ദൈവിക പുണ്യങ്ങളെ സമഞ്ജസമായിട്ട് സമ്മേളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നത് തോമാസ് ലീഹായാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിലുണ്ടായിരുന്ന നന്മകളെ അയവിറക്കി അതിനെ സ്വീകരിച്ച് ജീവിതത്തിൽ നമ്മളും ആഴപ്പെടണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈശോയുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ, അതുപോലെ തന്നെ പ്രത്യാശയോടുകൂടി നമ്മളെ കൈവിടാത്ത, ആദ്യം കടന്നു വന്നിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും പ്രത്യാശയോടുകൂടി കാത്തിരുന്ന തോമസിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കഷ്ടസ്ഥിതിയിൽ എന്നെ കൈവിടത്തില്ല എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി കാത്തിരിക്കാൻ ഒരു വിശ്വാസിയായി നമുക്കും കഴിയും. ഭാരതത്തിലെ മുനിവര്യന്മാരുടെ വലിയൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് ഞങ്ങളെ നയിക്കണം. അങ്ങനെയെങ്കിൽ വിശുദ്ധ എഫ്രേം പിതാവ് ഇപ്രകാരം തോമാസ് ശ്ലീഹായെക്കുറിച്ച് പറയുകയാണ്: ഭാരതത്തിലെ അന്ധകാരം നീക്കി പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കടന്നു വന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ എന്ന്. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ കടന്നു വന്ന, ഭാരതത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായെ നമ്മൾ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം 12 ശ്ലീഹന്മാരിൽ ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനാരാ? നമ്മൾക്ക് സംശയമില്ലാതെ പറയാം, 2-3 പ്രാവശ്യം വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്, യോഹന്നാനാണ്, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ ഈശോ തൻ്റെ അന്ത്യത്താഴത്തിന് ഇരിക്കുമ്പോഴത്തേക്കിനും ഈശോയുടെ ഹൃദയത്തോട് നെഞ്ചോട് ചേർന്ന് കിടന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത് യോഹന്നാനെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പഴയ വള്ളവും വലയും എല്ലാം അന്വേഷിച്ചുകൊണ്ട് വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മീൻ കിട്ടിയപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഇത് തിരിച്ചറിഞ്ഞു. അത് കർത്താവാണ് എന്ന് വിളിച്ചു പറയുന്നത് ഈ യോഹന്നാനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ആരെന്ന് ചോദിച്ചാൽ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് യോഹന്നാനാണ്. എന്നാൽ ഈശോയെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനാരാ? നമ്മൾ വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 3 വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. ഒന്ന്, യോഹന്നാനിൽ തന്നെ എത്തി നിൽക്കുക. കാരണം ഈശോയുടെ വക്ഷസോട് ചേർന്ന് കിടന്നവൻ. അതുപോലെ തന്നെ ഈശോ വിശ്വസിച്ച് തൻ്റെ അമ്മയെ ഭരമേൽപ്പിച്ചത് ആരെയാണ്? നമുക്കറിയാം, നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട് പൂട്ടി അല്ലെങ്കിൽ വീട്ടിലെ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ ആക്കിയിട്ട് പോകുമ്പോൾ ആരെയാണ് നമ്മൾ പറഞ്ഞേൽപ്പിക്കുന്നത്? വിശ്വസ്തരായവരെ നമ്മൾ പറഞ്ഞേൽപ്പിക്കും, അല്ലേ? അവരെ നമ്മൾ ഏൽപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ താക്കോൽ നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇട്ടുകൊണ്ട് പോകും. വിശ്വസ്തയോടെ എൻ്റെ വീടല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പുള്ളവരെയാണ് താക്കോൽ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ യോഹന്നാനെ വിശ്വസ്തനായിട്ട് കണ്ട് ഈശോയെ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനായിട്ട് യോഹന്നാനെ നമുക്ക് എണ്ണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരേ ഒരു ശിഷ്യനാരാ? യോഹന്നാനാണ്. അതുകൊണ്ട് ഈശോയെ സ്നേഹിച്ച ഒരു ശിഷ്യൻ യോഹന്നാൻ. പക്ഷേ അതുപോലെ തന്നെ പത്രോസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ. ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ മനസ്സിൽ വേദനയോടുകൂടി പത്രോസ് പറയുക, ഈശോയ്ക്ക് നിനക്കെല്ലാം അറിയത്തില്ലേ? നീ എന്തിനാ ഇങ്ങനെ ചോദിച്ചെന്നെ വിഷമിപ്പിക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാം. അപ്പം 2ാമത് വന്ന് നിൽക്കുന്നത് പത്രോസും ഈശോയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇനി 3ാമതായിട്ട് നമുക്ക് അനുമാനിക്കാവുന്ന വ്യക്തി തോമാസ് ശ്ലീഹായ. എന്തുകൊണ്ടാണ് തോമാസ് ശ്ലീഹ ഇത്രമാത്രം ഈശോയെ സ്നേഹിച്ച വ്യക്തിയാണെന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ തോമാസ് ശ്ലീഹായെക്കുറിച്ച് പറയും, ഈശോ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ അവരോട് പറയുകയാണ്, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ സ്നേഹത്തെക്കുറിച്ച് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രിയമുള്ളവരെ, ഈ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ സ്നേഹമില്ല, വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ യഥാർത്ഥ ശിഷ്യൻ ഈശോയെ അത്രമാത്രം സ്നേഹിച്ച തോമസിന് മാത്രമേ പറയുന്നുള്ളൂ, അവനോടുകൂടെ പോയി മരിക്കാൻ നമുക്കും പോകാം. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ശിഷ്യന്മാരും നമുക്കറിയാം, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ആത്മാവിന് നിറവ് ലഭിച്ച ശേഷം ഈ 11 ശിഷ്യന്മാരും
സഹന മരണങ്ങളിലൂടെ കടന്നുപോയവരാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി 11 പേരും സഹനങ്ങളിലൂടെ കടന്നുപോയവരാണ്. പക്ഷേ ഈശോ ജീവിച്ചിരിക്കെ തന്നെ ഈ സ്നേഹത്തെ തൻ്റെ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായിരുന്നു തോമാസ് ശ്ലീഹ. അതുകൊണ്ടാണ് പറയുന്നത്, അവനോട് കൂടെ പോയി മരിക്കാൻ നമുക്കും സന്നദ്ധരാകാം. അത്രമാത്രം ഈശോയെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു തോമാസ് ശ്ലീഹ. അപ്പം ന്യായമായി നമുക്കൊരു സംശയം വരും, അങ്ങനെയുള്ള വ്യക്തിയുടെ വായും തന്നെയല്ലേ അവനെ കണ്ടാൽ, അവൻ്റെ മുറിവിൽ എൻ്റെ വിരലിട്ടാൽ അവനെ തൊട്ട് വിശ്വസിക്കാൻ എന്നാൽ മാത്രമേ ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു തോമസിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സംശയങ്ങളെല്ലാം അത് കുറച്ചുകൂടെ നമ്മളെ ആഴപ്പെടുത്തുന്നത്. നല്ലൊരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് സംശയം ചോദിക്കും. നമുക്കറിയാം, കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മമാരുടെ അല്ലെങ്കിൽ അപ്പന്മാരുടെ കയ്യിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അതെന്തായത്, ഇതെന്തായത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ മുതിർന്നവരോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ നോക്കി പറയും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പ്രിയമുള്ളവരെ, സ്കൂളിലെ ഏറ്റവും മാർക്ക് നേടുന്ന വിദ്യാർത്ഥിയല്ല നല്ല കുട്ടി നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന കുട്ടികളെയല്ലേ നമ്മൾ നല്ല വിദ്യാർത്ഥി എന്ന് പറയുക. മാർക്ക് മാത്രമല്ല അതിൻ്റെ ബേസിസ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, തൻ്റെ വിശ്വാസത്തെ അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിഞ്ഞു. നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. വചനത്തിൽ ദൂതൻ കടന്നു വരുമ്പോഴത്തേക്കിനും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വന്ന് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനം പരിശുദ്ധ അമ്മ ഒരു ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? വിശ്വാസത്തെ അനലൈസ് ചെയ്ത് തൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കുറച്ചുകൂടെ ആഴപ്പെടുത്താനായിട്ട് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ദൂതൻ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, നിനക്ക് സമാധാനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവവചനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മ അടിയറവ് വയ്ക്കുക. പിന്നീട് സംശയത്തിന് ഒരു ലേശം പോലും അവസരം കൊടുക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അടിയറവ് വയ്ക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നുപോയ ഒരു തോമാസ് ശ്ലീഹായാണ് വിശ്വാസികളായ നമ്മൾക്ക് ഭാരതത്തിൽ ഒരു മോഡലായിട്ട് നിൽക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ന്യായമായും 2-3 കാര്യങ്ങൾ ഈ തോമാസ് ശ്ലീഹ സംശയിക്കാനായിട്ട് കാരണമുണ്ട്. കാരണം ഈശോ ജീവിച്ചിരുന്നപ്പം തന്നെ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ശേഷം ചില വ്യാജ പ്രവാചകന്മാർ വരും, എൻ്റെ പേരിൽ വരും, അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗമാലിയേൽ എന്ന് പറയുന്ന അപ്പസ്തോലന്മാർ അവർ പരിശുദ്ധാത്മാവിനെയൊക്കെ സ്വീകരിച്ച ശേഷം വചനം പ്രഘോഷിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഗമാലിയേൽ ഈ അപ്പസ്തോലന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് സംഘത്തിന് മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. അവർ വചനം പറയരുതെന്ന് പറഞ്ഞിട്ട് അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പറയാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരാഗ്രഹത്തിൽ കൊണ്ടടച്ചു. അവിടുന്ന് അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് രക്ഷിച്ച് അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. വീണ്ടും സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വിധിക്കാനായിട്ട് പറയുമ്പോൾ ഗമാലിയേലിന് ഇവരോട് ഉള്ളിൽ സ്നേഹമാണ്. ഗമാലിയേലിനെ ആ നാട്ടിൽ എല്ലാവർക്കും മതിപ്പായതുകൊണ്ട് ഗമാലിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവരെ പിടിച്ച് ഇപ്രകാരം ശിക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്? ചില വ്യാജ പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ ഉടലെടുത്ത് വന്നിരുന്നില്ലേ? ദൈവം പറയുന്നു, 1-2 പേര് പറയുന്നുണ്ട്. ഒരു യൂദാസ് നമ്മുടെ ഇടയിലേക്ക് വന്നു. അവന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജനങ്ങൾക്ക് അവനെ മനസ്സിലാക്കി. അതുപോലെ തന്നെ തെവുദാസ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വന്നു. ഇവരെ 2 പേരെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തല്ലിക്കൊന്നു. അതുകൊണ്ട് ഇവൻ വ്യാജപ്രവാചകനാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾ ഇവരെ തല്ലിക്കൊന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിച്ചെടുക്കുന്ന ഒരു ഗമാലിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ന്യായമായും ആ ഒരു കാലഘട്ടത്തിൽ പലരും ക്രിസ്തുവെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് താൻ വിശ്വസിച്ച കാര്യത്തെ ക്ലാരിഫൈ ചെയ്യുക, വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്ന ഒരു തോമസിനെ നമ്മൾ കാണുകയാണ്. പിന്നീട് തോമസ് രണ്ടാമത് പറയുന്ന ഒരു കാര്യം, അവൻ്റെ മുറിപ്പാടുകൾ എനിക്ക് കാണണം. ഇങ്ങനെ വ്യാജപ്രവാചകന്മാർ കടന്നു വന്നാൽ താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ അതിനുടെ അടയാളം കാണപ്പെടും. അതുകൊണ്ട് തോമാസ് ശ്ലീഹ ശാഠ്യം പിടിക്കുകയാണ്, അവൻ്റെ മുറിവുകൾ എനിക്ക് കാണണം. നമുക്കറിയാം, ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ മുറിവുകൾ, ശരീരത്തിൽ ഇനി മുറിവേക്കാത്ത ഭാഗങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്നതാണ്.
അപ്രകാരം ജീവിതത്തിൽ ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ ക്രിസ്തു ഉത്ഥാനത്തിന് ശേഷം 5 മുറിവുകൾ മാത്രം അവശേഷിപ്പിക്കുക. പ്രിയമുള്ളവരെ, ചില ചാഠ്യങ്ങൾക്കൊക്കെ മുൻപിൽ ഈ സ്നേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കാനായിരിക്കാം. എന്തിന്? തോമസിൻ്റെ സംശയത്തിന് മുൻപിൽ പ്രിയമുള്ളവരെ ഇച്ചിരി കൂടി അവനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കാനായിരിക്കാം. ഫുൾട്ടൻ ജേഷൻ എന്ന് പറയുന്ന ഫുൾട്ടൻ ജേഷൻ ഇപ്രകാരം പറയുന്നുണ്ട്: ദ റിയൽ ക്രൈസ്റ്റ് ഈസ് ദ വൂണ്ടഡ് ക്രൈസ്റ്റ്, ദ റിയൽ ക്രിസ്ത്യൻ ഈസ് ദ വൂണ്ടഡ് ക്രിസ്ത്യൻ, ദ റിയൽ ചർച്ച് ഈസ് ദ വൂണ്ടഡ് ചർച്ച്. മുറിവേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു, മുറിവേറ്റ സഭയാണ് യഥാർത്ഥ സഭ, മുറിവേറ്റ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ഫുൾട്ടൻ ജേഷൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുറിവേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു. ആ ഒരു ശാഠ്യഭാവത്തോടു കൂടി നമുക്കറിയാം ചില സ്നേഹങ്ങളൊക്കെ അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ചില ശാഠ്യങ്ങളൊക്കെ ചിലർ പുലർത്തി കാണാറുണ്ട്. ചില കുട്ടികളൊക്കെ ഇല്ലേ, അപ്പം തന്നെ എടുക്കണം, അല്ലെ അമ്മ തന്നെ എടുക്കണം, അമ്മ തന്നെ വാരി തന്നാലേ ഞാൻ ഉണ്ണത്തുള്ളൂ. ചില ശാഠ്യങ്ങളുടെ സ്നേഹത്തിൻ്റെയൊക്കെ മുൻപിൽ പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് കുടമാളൂരടുത്ത് സംപ്രീതി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് അവരെ ഇപ്പോൾ നമ്മൾ വിളിക്കാവുള്ളൂ എന്ന് പോലെയാണ് ഗവൺമെൻറ് പറയുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിവുകൾ അവർക്കുണ്ട്. പ്രിയമുള്ളവർ, അതിലൊരു കുട്ടി വർഷങ്ങളായിട്ട് അവൻ ചോറ് കഴിക്കത്തില്ല. വർഷങ്ങളായിട്ട് അവൻ ചോറ് എത്ര രാവിലെ ഉച്ചയ്ക്ക് കൊടുത്താലും വൈകിട്ട് കൊടുത്താലും കഴിക്കില്ല. രാവിലത്തേൻ്റെ മിച്ചം ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് കൊടുത്താൽ മതി, അത് തന്നെ വേണം വൈകിട്ട് കൊടുത്താലും കഴിച്ചോളും. പക്ഷേ ചോറെന്ന് പറയുന്ന ഒരു കാര്യം മാത്രം കഴിക്കില്ല. അങ്ങനെ ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും 6 വർഷം മുൻപ് വീട്ടിൽ 6 വർഷത്തോളം ആയിരുന്നു. അതിനുശേഷം ഈ കുട്ടി അവിടെ നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോഴിവനെ കൊണ്ടുവന്ന അന്നത്തെ അതിൻ്റെ ഡയറക്ടറായിരുന്ന ടിജോ മുണ്ടുനടക്കിലച്ഛൻ, ഇപ്പോഴത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ അച്ഛനാണ് കോട്ടയത്തിൻ്റെ. അപ്പോൾ ഈ അച്ഛന് ഇവരോട് ചോദിക്കുകയാണ്, ഇവരുടെ വീട്ടിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഈ ചോറ് കഴിക്കാത്ത, അതിന് വല്ല കാരണമുണ്ടോ? അപ്പോഴവർ പറഞ്ഞ ഒരു കാര്യം അച്ഛൻ്റെ കണ്ണ് നിറച്ചെന്ന് അച്ഛൻ പറയുകയാണ്. ഒരു ദിവസം ഇവൻ്റെ അമ്മ ഇവന് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഹൃദയത്തിന് രോഗമുണ്ടായിരുന്ന ഈ അമ്മ അവന് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിടഞ്ഞ് താഴോട്ട് വീണ് മരിക്കുക. ഇവൻ്റെ കൺമുമ്പിൽ കിടന്നുകൊണ്ടാണ് അമ്മ മരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പറയും ബുദ്ധിമാന്യം എന്നൊക്കെ, അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ്. അന്ന് അവൻ നിർത്തിയതാണ്. അമ്മ ചോറ് വാരി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ആ അവസരത്തിലാണ് അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ അവൻ ഇതുവരെ ഒരു വറ്റ് ചോറ് കഴിച്ചിട്ടില്ല. അമ്മയോടുള്ള സ്നേഹമാണ്. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഒരു വറ്റ് ചോറ് പിന്നീട് അവൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സംസാരിക്കത്തൊന്നുമില്ല, ഉത്തരം പറയത്തൊന്നുമില്ല. പക്ഷെ വീട്ടുകാർ പറയുകയാണ്, അമ്മ ചോറ് വാരി കൊടുത്തിരുന്ന അവസരത്തിലാണ് പിടഞ്ഞു വീണ് മരിച്ചത്. പ്രിയമുള്ളവരെ, ഈ തോമാസ് ശ്ലീഹായുടെ ചില ശാഠ്യങ്ങളുടെ മുൻപിൽ കൊച്ചുകുട്ടിയെപ്പോലെ അവൻ്റെ ശാഠ്യങ്ങളെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു കൊടുക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്നേഹത്തോടെ തന്നെ സമീപിക്കുന്ന ആ തോമാസ് ശ്ലീഹായുടെ ശാഠ്യങ്ങൾക്ക് മുൻപിൽ സംശയത്തിൻ്റെ താഴ്വരയിൽ നിന്നും വിശ്വാസത്തിൻ്റെ എവറസ്റ്റിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ഈശോയെ നമ്മൾ കാണുകയാണ്. സംശയത്തിൻ്റെ താഴ്വരയിൽ നിന്നും വിശ്വാസത്തിൻ്റെ എവറസ്റ്റിലേക്ക് തോമാസ് ശ്ലീഹായെ ഈശോ കൈപിടിച്ചുയർത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ തോമാസ് ശ്ലീഹായെ ഓർക്കുന്ന അവസരത്തിലൊക്കെ ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോകാനായിട്ട് കഴിയട്ടെ. സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോകാനായിട്ട് കഴിയട്ടെ. ഈ വിശുദ്ധ തോമാസ് ശ്ലീഹായെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് ചോദിച്ചാൽ, എന്തോ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കിട്ടിയൊരു ഭാഗ്യമാണ്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡീക്കനായിരിക്കുന്ന അവസരത്തിൽ മലയാറ്റൂരാണ് ഡീക്കൻ മിനിസ്ട്രി ചെയ്തിരുന്നത്. ആ അവസാനത്തെ 6 മാസം ഡീക്കനായിരിക്കുന്ന സമയത്ത് മലയാറ്റൂർ വെള്ളിപ്പള്ളിയിലായിരുന്നു. അപ്പോൾ ആ പെരുന്നാളിൻ്റെ സമയം കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതിന് തൊട്ടടുത്ത് നമുക്ക് MCBSൻ്റെ തന്നെ ജോർജ് കുറ്റിക്കലച്ഛൻ എന്ന് പറഞ്ഞ ആകാശപ്പുറകൾ എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ തുടങ്ങിയ അച്ഛൻ്റെ അവസാനത്തെ ഒരു ഹൗസ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടത്. അച്ഛൻ അവസാനം അവിടെ വെച്ചാണ് മരിക്കുന്നത്, മാർ വലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മലയാറ്റൂർ പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുപോലൊരു വലിയ പെരുന്നാൾ സമയത്ത് അച്ഛനും അവിടെയുള്ള ആശ്രമത്തിലെ അംഗങ്ങളും കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് മലയാറ്റൂർ മല കയറാനായിട്ട് പോകുമ്പോൾ ചുറ്റും വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നാട്ടുകാരെപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനും ഈ മക്കളും കുരിശിൻ്റെ വഴി ചൊല്ലി വഴിയിലെല്ലാം മുട്ടുകുത്തി കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. അവരുടെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീഴുന്നില്ല. അവർ പോകുന്ന സ്ഥലത്ത് മാത്രം മഴ പെയ്യുന്നില്ല.
പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ ഈ ചെറിയ ത്യാഗമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി മലയാറ്റൂർ മല കയറി ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാൽ എന്തോരം ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഇന്നും ഈ വിശ്വാസം ജീവിക്കുന്ന അനേകരെ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും 5:45 അവിടെ കുർബാനയുണ്ട് മലമുകളിൽ. നമുക്ക് MCBA സഭയ്ക്ക് ഈ പള്ളിയിൽ നിന്ന് 3 അച്ഛന്മാരുണ്ട്. അതിലൊരച്ഛൻ്റെ അപ്പൻ എല്ലാ ദിവസവും ഈ ഒരു ചെറിയ ഗ്രൂപ്പ് മലമുകളിലേക്ക് കയറിപ്പോവും. എല്ലാ ദിവസവും മലമുകളിൽ പോയി കുർബാന കണ്ടിട്ട് തിരിച്ചു വരിക. എല്ലാ ദിവസവും 5:30 രാവിലെ അവർ ഒരു ഗ്രൂപ്പായിട്ട് നേരത്തെ നടന്നു പോകും. അവിടെ മലമുകളിൽ ചെന്ന് അല്പസമയം വിശ്രമിച്ച് വിശുദ്ധ ബലിയെല്ലാം അർപ്പിച്ച് കടന്നു വരുന്നവരെ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ തീഷ്ണതയോടുകൂടി ജീവിക്കുന്നു. ഞാൻ ഓർക്കുന്നു, അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള ജോൺസച്ചനൊക്കെ ഇവരുടെ 2-3 ഗ്രൂപ്പിനെ നിത്യവ്രതത്തിനായിട്ട് ഒരുക്കാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് സഭ. ആ അവസരത്തിൽ ഞങ്ങൾക്ക് അവന് തൊട്ടടുത്തായിട്ട് ഇല്ലിത്തോടെന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രമുണ്ട്, വൈദികർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, വലിയ ആഴ്ചകളിൽ ഈ ബ്രദേഴ്സൊക്കെ ആയിട്ട് മലമുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് രാത്രിയിൽ വന്നു പോകുന്നത്. ഞാൻ ഓർത്തു, ഈ പിള്ളേരെല്ലാം അവിടെ അടിമ വയ്ക്കാനൊക്കെ സഹായിക്കാനൊക്കെ അവരെല്ലാം തിയോളജിക്കാരാണ്, ഉടുപ്പൊക്കെ ഇട്ട് ജമാച്ചന്മാരാണ്. ഇവരൊക്കെ അടിമ വയ്ക്കാനായിട്ട് അവിടെ രാത്രി മുഴുവൻ ചെലവഴിക്കുന്ന അവസരത്തിൽ എനിക്ക് പേടിയായി, ചിലപ്പം ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ ഓരോ ദിവസം കഴിയുമ്പോൾ ഓടി വന്നിട്ട് പറയാച്ചാൽ നമുക്ക് നാളെയും ഇരിക്കാം. എന്നാണ് ഞാൻ ചോദിക്കുക, എന്നാ കാരണം എന്നാ? ഓരോ ദിവസം ചെറിയ ഇവാലുവേഷൻ വെക്കും, ഓരോ ദിവസത്തിൻ്റെ അവസാനം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് തോന്നിയത്? അവർ പറയാച്ചാ, ഇത്രയും വിശ്വാസത്തോടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റും വെച്ചാൽ? ഈ ഒരാഴ്ച മുഴുവൻ വേണേ ഞങ്ങളിവിടെ ചിലവഴിച്ചോളാം. കാരണം ആകെ രാത്രിയിൽ 2 മണിക്കൂർ 3 മണിക്കൂറാണ് ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നത്. രാത്രി മുഴുവൻ വിശ്വാസികളുടെ വലിയ നിരക്ക് ഈ മല കയറാനായിട്ട് മലമുകളിലേക്ക് കടന്നു വരികയാണ് ആ അവസരത്തിൽ. അതിനുശേഷം ഞാൻ അവിടെ പഠിപ്പിച്ച് ഒക്കെ തിരിച്ചു വരുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് സെൻഡ് ഓഫ് തന്നത് ഈ മലമുകളിൽ വെച്ചാണ്. അവരവിടെ വന്നിട്ട് താങ്ക്സൊക്കെ പറഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞ ഒരു അവസരം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ തോമാസ് ലീഹായുടെ ആ വിശ്വാസം, കാൽപാദം വീണ ആ സ്ഥലം, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്തുമാത്രം ത്യാഗത്തോടെ. ഇന്ന് നമുക്ക് യാത്രാ സൗകര്യങ്ങളൊക്കെ ഇത്രമാത്രമൊക്കെ ഉണ്ട്. ഇന്നും നിങ്ങൾ അവിടുത്തെ ട്രഡീഷൻസൊക്കെ കണ്ടാൽ നമ്മുടെ വിശ്വാസം കുറച്ചുകൂടി ആഴപ്പെടും. നമ്മുടെ എഴുതപ്പെട്ട സുവിശേഷമുണ്ട്, അതുപോലെ തന്നെ പാരമ്പര്യങ്ങൾ, വിശുദ്ധ പാരമ്പര്യങ്ങളുണ്ട്. ഇവിടെ തിരുനാൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് 2-3 ആടുകളെ മുന്നിൽ നയിച്ചുകൊണ്ട് 2-3 പേര് പോകും. അതുകൊണ്ട് അതിനുശേഷം വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഗ്രൂപ്പ്. പെരുന്നാളിന് തുടക്കം അങ്ങനെയാണ്. പൊന്നും കുരിശും മുത്തപ്പ പൊന്മലയേറ്റം എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോഴെനിക്കിതൊന്നും മനസ്സിലായില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഈ ആട്? അപ്പോഴവർ പറഞ്ഞു, അച്ഛാ, തോമാസ് ലീഹ വന്ന അവസരത്തിൽ തോമാസ് ലീഹായ്ക്ക് വഴി കാട്ടിക്കൊടുത്തത് ഈ ആടാ. അതാണ് പാരമ്പര്യം പറയുന്നത്. അവരാണ് മലമുകളിലൂടെ കടന്നുപോയി. ഇതുപോലെ വഴിയൊന്നുമില്ലായിരുന്നു. അതുങ്ങളാണ് നാട്ടിൽ വളർത്തിയിരുന്ന ഈ ആടുകൾ തോമാസ് ലീഹായ്ക്ക് വഴി കാട്ടിക്കൊടുത്തത്. അതുകൊണ്ട് ഈ ആടുകളെയും കൊണ്ട് ആദ്യം കയറിപ്പോവും 2-3 പേര്. അതിനുശേഷം തിരിച്ച് പെരുന്നാളെല്ലാം സമാപിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും പൊന്നും കുരിശും മുത്തപ്പ പൊന്മല ഇറക്കുമെന്ന് പറഞ്ഞവർ ഇറങ്ങി വരുമ്പോൾ ഈ ആടിനെ നയിച്ചുകൊണ്ട് 2-3 പേര് അന്ന് കൊണ്ടുപോയതിനെ തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷം പൊൻപണം ഇറക്കുന്ന ഒരു വലിയ ആഘോഷമുണ്ട്. നേർച്ച നമ്മളൊക്കെ ഇട്ട ആ പണം ചെറിയ കിഴികളായിട്ട്, അത് വലിയ നേർച്ചയാണ്. അതെടുക്കുന്ന അവർക്ക് ഒത്തിരി രോഗസൗഖ്യം കാര്യങ്ങൾ നാട്ടിൽ വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കൂപ്പണൊക്കെ കിട്ടാൻ വേണ്ടി ആൾക്കാർ കൊതിക്കുന്ന ഒരു കാഴ്ച, ഒരു ചിത്രമൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പം പ്രിയമുള്ളവരെ, വിശുദ്ധ തോമാസ് ലീഹ കടന്നു വന്ന ഈ നാട്ടിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയുകയാണ്. ഇത്രമാത്രം ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ എടുത്ത് ഇത്രമാത്രം ഈ ഭൂമിയിൽ ഇവിടെ വന്ന് നമ്മളെ ശുശ്രൂഷിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള സ്നേഹം എന്തുമാത്രമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൗലോസ് ലീഹയൊക്കെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ നഗ്നതയോ പട്ടിണിയോ വാളോ ഒന്നിനും ഞങ്ങളെ വേർപെടുത്താനായിട്ട് ആവില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ, പ്രത്യേകിച്ച് തോമാസ് ലീഹായുടെ മക്കൾ എന്ന നിലയിൽ, ഈ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കേവലം ഒരു റാസ കുർബാനയൊക്കെ ചൊല്ലി ആഘോഷമായിട്ട് ബലി അർപ്പിച്ചിട്ട് പോകേണ്ടവരല്ല. നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തേണ്ട സമയമാണിത്. ഈശോയുള്ള സ്നേഹത്തിൽ ആഴപ്പെടേണ്ട സമയമാണിത്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ് ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില വിലപ്പെട്ട പാഠങ്ങളുണ്ട്. അതുകൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. ഒന്നാമത്തെ പാഠം, പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കരുത്. തോമാസ് ലീഹായ്ക്ക് വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും എന്തോ ഒരു ചെറിയ സമയം മാറി നിൽക്കേണ്ടത് വന്നതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഉദ്ധിതനായ ഈശോയെ ആദ്യം കാണാനുള്ള ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കുന്നവരെ അനേകരാണ് നമ്മൾ കാണുന്നത്. ഇടവക പള്ളിയിൽ പോകാൻ മടിയ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മക്കളെ എല്ലാവരെയും അടിച്ചിരുത്തും. അന്നിരിക്കട
പ്രാർത്ഥിക്കണം. എല്ലാവരെയും തിരിച്ചെടുത്തിട്ട് അപ്പൻ ഒരൊറ്റ പോക്കാം. അപ്പനെ കാണാനില്ല, മഷിയിട്ട് നോക്കിയാൽ അപ്പനെ കാണില്ല. കാരണം എല്ലാവരും പ്രാർത്ഥിച്ച തമ്പുരാനോട് ചേർന്നിരിക്കണം, പക്ഷേ അപ്പം കാണത്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കുടുംബനാഥന്മാർ ചിലപ്പോൾ ആ സമയത്താണ് ഒരു ഫോൺ കിട്ടുന്നത്. പിന്നീട് ആ ഫോണിൻ്റെ പുറകെ പോയാൽ സാത്താൻ ഫോണിൻ്റെ രൂപത്തിൽ വരാം. എല്ലാ പ്രാർത്ഥനയും തീരുന്നിടം വരെ ആ കോള് പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം വന്നിട്ട് സ്തുതിയും മേടിച്ച് പോകുന്ന കുടുംബനാഥന്മാരെയും നാഥന്മാരെയും കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു അപകടമാണ്. കുട്ടികളൊക്കെ ആനിമൽ പ്ലാനറ്റ്സ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു കാര്യം, സിംഹം അല്ലെങ്കിൽ കടുവ ആക്രമിക്കുന്നത് ഗ്രൂപ്പിനെയല്ല, അവർ ഓടിച്ച് ഏതെങ്കിലും ഒരു മൃഗത്തെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തുന്നതിനെയാണ് അത് കീഴ്പ്പെടുത്തുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആത്മീയ ആയുധങ്ങൾ സാത്താൻ നമ്മളിൽ നിന്നും എടുത്തു കളയും. ഇതൊരു ആത്മീയ രഹസ്യമാണ് പ്രിയമുള്ളവർ. ജപമാല നമുക്ക് ആത്മീയ ആയുധമാണ്, വചനവായന നമുക്ക് ആത്മീയ ആയുധമാണ്, സന്ധ്യാപ്രാർത്ഥന നമുക്ക് ആത്മീയ ആയുധമാണ്, വിശുദ്ധ കുർബാന നമുക്ക് വലിയ ആത്മീയ ആയുധമാണ്. സാത്താൻ ഓരോന്നിനെയും എടുത്തു കളയും. പെട്ടെന്നല്ല നമ്മുടെ കൃപയും അഭിഷേകവും ഒക്കെ മാറിപ്പോകുന്നത്. ഓരോന്നോരോന്ന് എടുത്തു കളയും. എത്ര ധ്യാനങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട്. ധ്യാനം കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര അഭിഷേകമാണ്, കൃപയാണ്. അതോടുകൂടി ജീവിക്കാൻ വലിയ ആഗ്രഹമാണ്. ആ ഒരു ധ്യാനത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അഭിഷേകം വചനം വായിക്കാനാണ്. ഒരു ദിവസം അതിനെ ചിന്തിക്കുക, ഏതായാലും നാളത്തേക്കിന് അങ്ങോട്ട് വായിക്കാം. ഇച്ചിരി തിരക്കൊക്കെ അല്ലേ. ആ നാളെ ഇന്നും തീർന്നിട്ടില്ല പലരുടെയും ജീവിതങ്ങളിൽ. ഇതാണ് പ്രിയമുള്ളവരെ, സാത്താൻ വളരെ കെണി ഒരുക്കുന്നത് വളരെ തന്ത്രപൂർവ്വമാണ്. ആത്മീയ ആയുധങ്ങൾ നമ്മിൽ എടുത്തു കളയും. അതുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിന്നും നീ മാറി നിൽക്കരുത്. നമ്മുടെ ഇടവകയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക വികാരിയച്ഛനെ ഒരിടവകയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ ഇടവക ജനത്തെ മുഴുവൻ ദൈവത്തിലേക്ക് നയിക്കാനായിട്ട് ബലിയർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയാട് ഇടവകയ്ക്ക് തരുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അവരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് വികാരിച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഇടവക പള്ളിയെയും വികാരിച്ചന്മാരെയും ഒക്കെ നമ്മൾ സ്നേഹിക്കണം. കാരണം സഭ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കുക അപകടകരമാണെന്നുള്ള സൂചന വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനിയും പ്രിയമുള്ളവരെ, മനസ്സിലാക്കാത്തതിനെ മനസ്സിലായില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. മനസ്സിലാകാത്തതിനെ മനസ്സിലായില്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. മിസ്റ്റർ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 4 ഈശോ തൻ്റെ വിടവാങ്ങൽ സന്ദേശമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും തലയാട്ടി, ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ തോമാസ് ശ്ലീഹ മാത്രം എടുത്തു പറയുന്നുണ്ട്, ഈശോയെ നീ എങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്കറിയില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ വഴി അറിയുന്നത്? തനിക്കുള്ളിലുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ അത് ദൂരീകരിച്ച് അതിൻ്റെ ക്ലാരിറ്റി വരുത്തി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുന്ന ഒരു തോമാസ് ശ്ലീഹായെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സംശയങ്ങൾ കുറച്ചുകൂടി ദൈവാനുഭവത്തിൻ്റെ വേദികളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. തോമാസ് ശ്ലീഹായെ പോലെ തൻ്റെ സംശയങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ ഇറക്കി വെച്ച് അതിനെ വിശ്വാസത്തിൻ്റെ വലിയ അനുഭവങ്ങളാക്കി മാറ്റുന്ന ആഘോഷമായിട്ട് നമുക്ക് ഈ ദുഃഖാന തിരുനാൾ മാറ്റാനായിട്ട് കഴിയട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സഹിക്കാനും അർപ്പിക്കാനും മനസ്സുള്ളവരാകണം എന്ന് തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ജോൺസൺ അച്ഛൻ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് അച്ഛൻ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. സഹനങ്ങളെ ക്രൈസ്തവ ജീവിതത്തിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി എണ്ണണമെന്നൊക്കെ വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ അച്ഛൻ പറഞ്ഞു തന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തോമാസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങളെ ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞൊരു വ്യക്തിക്ക് സഹനങ്ങൾ വലിയ കൃപയായിട്ട് എണ്ണുവാൻ കഴിയുക. നമുക്കറിയാം, 7 പള്ളികൾ സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച മലയാറ്റൂർ വന്ന് പ്രാർത്ഥിച്ച മലമുകൾ കോട്ടക്കാവ് പള്ളി, പറവൂർ സൈഡിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ നാട്, അവിടെ ഒരു വർഷം കച്ചേരിപ്പടി എന്ന സ്ഥലത്ത് ഇതുപോലെ തിയോളജിയിൽ 2ാമത്തെ വർഷം അവിടെ ശുശ്രൂഷയ്ക്ക്, ഞായറാഴ്ച ശുശ്രൂഷയ്ക്കായിട്ട് പോകുമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്താണ് കോട്ടക്കാവ് പള്ളി തോമാസ് ശ്ലീഹ സ്ഥാപിച്ചു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും മനോഹരമായ ദേവാലയങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത സമയത്ത് എങ്ങനെ വളർന്നു വന്നു. അത്രമാത്രം വിശ്വാസത്തിൻ്റെ ആഴവും സ്നേഹവും ഒക്കെ ആ ദൈവത്തോടുള്ള വ്യക്തികൾക്കല്ലേ ഇത്ര മനോഹരമായൊരു ദേവാലയമൊക്കെ രൂപപ്പെടുത്താനായിട്ട് കഴിയുക. പിന്നീട് നമ്മൾ അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം കാണുന്നത്, പിന്നീട് അവസാനം
അവസാന ശ്വാസം വരെ താൻ വിശ്വസിച്ച ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന തോമാസ് ലീഹ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ, തോമാസ് ലീഹായെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ പ്രധാനിയായിരുന്ന വിശുദ്ധ എഫ്രേം പറയുകയാണ്, തൻ്റെ ഗീതത്തിൽ അദ്ദേഹം പറയുകയാണ്, ഭാരതത്തിന് പ്രകാശം നൽകിയ വ്യക്തി എന്നാണ് തോമാസ് ലീഹയെക്കുറിച്ച് പറയുക. എന്നിട്ട് പറയുകയാണ്, അന്ധകാരത്തിൽ പ്രകാശമായ മാർത്തോമ, അന്ധകാരത്തിലെ ജനതയ്ക്ക് മാമോദീസ ആയ വെള്ളവസ്ത്രം നൽകിയ മാർത്തോമ, ഏകജാതനായ മണവാളനെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ മാർത്തോമ, ഇന്ത്യയുടെ അമൂല്യ രക്തമായ മാർത്തോമ പറയുകയാണ്, തിരുശേഷിപ്പ് കൊണ്ട് എദേസ നഗരത്തെ അനുഗ്രഹമാക്കിയ മാർത്തോമ. നമ്മൾ ചരിത്രം പഠിക്കുന്നത് തൻ്റെ തിരുശേഷിപ്പ് മൈലാപ്പൂര് മരിച്ചു. തിരുശേഷിപ്പ് ഇന്ന് ഇറ്റലിയിൽ എദേസ എന്ന് പറയുന്ന സ്ഥലത്താണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതിൽ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കിയിരിക്കുന്നതെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ തോമാസ് ലീഹ നമ്മുടെ വിശ്വാസത്തിൻ്റെ അപ്പനെ നമ്മൾ ഓർക്കുമ്പോൾ വിശ്വാസത്തിൽ അല്പം കൂടി ആഴപ്പെടുവാൻ, ഈ ദൈവിക പുണ്യങ്ങൾ അതിൻ്റെ വിളനിലമായ തോമാസ് ലീഹായിൽ നിന്നും പാഠം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോഴും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടെയായിരിക്കുക, കൂടെ ചിന്തിക്കുക, കൂടെ മരിക്കുക. പ്രിയമുള്ളവരെ, തോമാസ് ലീഹായുടെ ജീവിതത്തെ എടുത്ത് നോക്കിയാൽ നല്ല ശിഷ്യനായിരുന്നു എന്നതിന് തെളിവ് പറയുകയാണ്. കൂടെ ആയിരിക്കുകയാണ്. താൻ ഈശോയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. പിന്നീട് ഒരിക്കലും തോമാസ് ലീഹ തീരുമാനം മാറ്റുന്നില്ല. കൂടെയായിരുന്നു, കൂടെ ചിന്തിക്കുക. പത്രോസിനോട് പോലും ഈശോയുടെ കൂടെ നടന്ന് എല്ലാത്തിനും ചോദ്യം എടുത്തിഹാടി ഉത്തരം പറഞ്ഞ പത്രോസിനോട് പോലും ഒരു സമയത്ത് ഈശോയ്ക്ക് പറയേണ്ടത് വന്നു, സാത്താനെ, നിൻ്റെ ചിന്തകൾ എൻ്റെ ചിന്ത പോലെയല്ല, മാറി നിൽക്ക്, എൻ്റെ ചിന്ത പോലെ നിനക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ പോലും വിലക്കുന്ന ഈശോയുണ്ട്. പക്ഷേ ഈശോയുടെ കൂടെ ചിന്തിക്കാനായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നത് തോമാസ് ലീഹായ. എന്നിട്ട് ഈ തോമാസ് ലീഹായാണ് പറയുന്നത്, നമുക്കും അവനോട് കൂടെ ഭരിക്കാം. ശിഷ്യത്വത്തിൻ്റെ 3-ാമത്തെ പാഠം മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് കൂടെ ആയിരിക്കുക, കൂടെ ചിന്തിക്കുക, കൂടെ മരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ ശിഷ്യനായിട്ട്, ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിച്ച് ആ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് നൽകി ദൈവിക പുണ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്ന ആ തോമാസ് ലീഹായുടെ ആഴമായ സ്നേഹവും വിശ്വാസവും ഈ തിരുനാളിൽ നമുക്ക് കൈമുതലാക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രകരണങ്ങൾ നമുക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനാ മന്ത്രമായി നമുക്കും എടുത്തു പറയാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമുക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇനിയുള്ള നാളത്തെ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളെല്ലാം കുറച്ചുകൂടി ഈശോയോട് സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും സ്നേഹമുള്ളവരുടെ അരികിൽ നമ്മൾ എന്തോരം സമയം ചിലവഴിച്ചാലും സമയം പോകുന്ന അറിയാവൂ. ഞങ്ങളൊക്കെ ബാംഗ്ലൂർ പഠിച്ചതാണ്. ബാംഗ്ലൂർ ആദ്യ ബാച്ചായിരുന്നു ഞങ്ങളുടെ സെമിനാരി തുടങ്ങിയിട്ട്. ആ അവസരത്തിൽ ഞങ്ങൾ ഓർക്കാറുണ്ട്, ലാൽബാഗ് ഗാർഡനിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. കമിതാക്കളുടെ ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത്. അവിടെയൊക്കെ ചെന്നിരുന്നാലുണ്ടല്ലോ, ചിലരിങ്ങനെ രാവിലെ നമ്മൾ അവിടെ കാണാൻ കയറുമ്പോഴത്തേക്കിനും കാണുന്ന ചില മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം ഈ ഫ്ലവർ ഷോ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും ഈ ഇരിപ്പ. സ്നേഹിക്കുന്നവർ ആ മഴയും ചൂടും വെയിലും എല്ലാം കൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കുന്നത് അവർ തന്നെ അറിയുന്നില്ല സമയം പോകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ സ്നേഹനിധിയായ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ നിന്ന് ഓടിപ്പോകരുത്. ഈ സ്നേഹത്തിൻ്റെ മുൻപിൽ, തോമാസ് ലീഹ പറഞ്ഞു തന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്കും അടയിരുന്ന് സ്നേഹത്തെ വിരിയിച്ചെടുക്കുവാൻ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഈ തിരുനാൾ നമുക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.